അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവെക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സനീഷ് CB ബീഹാറിൽ നിന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ സനീഷിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദൈവദാസനെ. എൻ്റെ പേര് സനീഷ് എന്നാണ്. ഞാൻ ഇപ്പോൾ ബീഹാറിൽ ബക്സർ ഡിസ്ട്രിക്റ്റിൽ കർത്താവിന്റെ പേരോട് അനുബന്ധിച്ചായിരിക്കുന്നു. ഇന്ത്യ ബന്ധപ്പെട്ട ദൈവസഭ കോട്ടയം തിയോളജിക്കൽ സെമിനാരിയുടെ അണ്ടറിൽ കർത്താവിന്റെ വേല 9 വർഷമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഭാര്യ, 2 കുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. ഞങ്ങൾ ഇവിടെ 9 വർഷമായിട്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തു നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. എന്നെ ഈ അരോമ ടിവിയെ പരിചയപ്പെടുത്തിയ പാസ്റ്റർ പ്രജിത്ത് ജോസഫ് കോട്ടയം, ഇതിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള വന്ദനം ഇന്ന് ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് എനിക്കും ഇങ്ങനൊരു ഭാഗ്യം തന്നു ഒത്തിട്ട് സ്തുതിക്കുകയാണ്. അമേശ്വരം ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ അറിയുവാനും ഇത്രത്തോളം കർത്താവിന് വേണ്ടി നിൽക്കുവാനും കർത്താവിനെ തെരഞ്ഞെടുത്ത് ഓർത്ത് സ്തുതിക്കുന്നു. എൻ്റെ പേര് സനീഷ് CB എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. 1982 ആഗസ്റ്റ് 31 ആണ് എൻ്റെ ജന്മം. ജനിച്ച അന്ന് മുതൽ ഞങ്ങളൊരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നു. പാരമ്പര്യമായ നിത്യസേവകളും പൂജകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് അച്ഛന്, അമ്മ, ഒരു സഹോദരി ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങള് അനുഗ്രഹമായി അന്ന് ഇടുക്കിയുടെ 80 കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു വനാന്തരമായിരുന്നു, വനത്തിലായിരുന്നു. കാട് വെട്ടിത്തെളിച്ച് കുടിയേറി താമസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ജനനം. ഞാൻ ചെറുപ്പം മുതൽ വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കൾ വെട്ടിപ്പിടിച്ചെടുത്ത ആ മണ്ണിൽ തന്നെയാണ് വളർന്നു വന്നത്. അങ്ങനെ ഒരു കാടിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. സ്തോത്രം. 1982 ജനിച്ചു. ജനനശേഷം ചെറുപ്രായത്തിൽ തന്നെ വളരെ രോഗത്താലും പാഴത്താലും ഒക്കെ ആയിരുന്നു. എങ്കിലും സ്തോത്രം, ദൈവം എന്നെ കണ്ടുകൊണ്ട് അവിടുന്നൊക്കെയും രക്ഷിച്ചു. ദൈവം എന്നെ കരുതി കാത്തു സൂക്ഷിച്ചു. ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് കരപ്പൻ എന്ന രോഗം വന്ന് അത് മുലകുടിയെ പറ്റിയല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ വന്ന് ശരീരം മുഴുവൻ വളരെ വ്രണമായൊരവസ്ഥ ഉണ്ടായ ഒരു ചരിത്രം എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ TB അങ്ങനെയുള്ള പല പല അസുഖങ്ങൾ ചെറുപ്രായത്തിൽ എനിക്കുണ്ടായിരുന്നു. അമേശ്വരം വന്ന ഹോസ്പിറ്റലൊക്കെ കുറവായതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടു ജീവൻ നിലനിന്നെങ്കിലും ഹല്ലേലൂയ, ദൈവം അവിടുന്നൊക്കെ സൂക്ഷിച്ചു. ഞങ്ങൾ 2 മക്കളായിരുന്നു, 3 പേരായിരുന്നു. അതിൽ ഒരു കുഞ്ഞ് എൻ്റെ ജ്യേഷ്ഠൻ, ഒരാള് ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ഈ ലോകത്തോട് മാറ്റപ്പെടുവാൻ തീർന്നു. തുടർന്ന് ബാല്യപ്രായത്തിലൊക്കെ വലിയ കഷ്ടതയിലും പ്രയാസം, കാരണം എൻ്റെ അച്ഛനും അമ്മയും ഹൈറേഞ്ചിലേക്ക് കുടിയേറി പാർത്തതിൽ പിന്നെ വലിയ ബന്ധുക്കളുമായിട്ടുള്ള കോണ്ടാക്റ്റുകളൊന്നും ഇല്ലാതിരുന്നു. അങ്ങനെ അന്ന് കാട്ടിലുണ്ടായിരുന്ന മരങ്ങൾ വെട്ടി അത് കരിയിട്ട് നമ്മുടെ ഹോട്ടലുകളിൽ കരി കൊണ്ടുകൊടുത്ത് അങ്ങനെ ഒക്കെയാണ് ചെറുപ്രായത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. ഞങ്ങളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ സ്കൂളിൽ പോവുകയും പഠിക്കുകയും അതുപോലെ ഒത്തിരി ഹൈന്ദവ വേദങ്ങളൊക്കെ ഒത്തിരി പഠിക്കാനൊക്കെ ദൈവം സഹായിച്ചു. എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ അഭിമാനം കൊള്ളുന്ന, ഹിന്ദു ഭാഗത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു പാരമ്പര്യമാണ്. എൻ്റെ അച്ഛൻ ശ്രീനാരായണന്റെ മനസ്സിൽ നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ അവർ അഭിമാനിക്കുന്നു. എങ്കിലും എനിക്ക് എൻ്റെ കർത്താവിന്റെ വചനം ചുമക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ കർത്താവ് എനിക്ക് എന്നെ
ഇടയാക്കിയതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. സ്തോത്രം. എൻ്റെ അമ്മയുടെ പാരമ്പര്യവും അങ്ങനെ തന്നെ വളരെ ഹൈന്ദവ ഒരു പാരമ്പര്യമുള്ള കുടുംബമാണ്. എങ്കിലും കർത്താവ് ഞങ്ങളെ കണ്ടുകൊണ്ട് തുടർന്ന് ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കർത്താവിനെ അറിയോടെ തീർന്ന് എൻ്റെ മാതാവ് ഒരു രോഗിയായി തീർന്നത് മുഖാന്തരമാണ് ഞങ്ങൾ കർത്താവിനെ അറിയോടെ തീർന്നത്. എൻ്റെ അമ്മ സാധാരണ പോലെ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ ശരീരത്താകമാനം ചൂട് പൊങ്ങുന്ന പോലെ വരികയും അതുപോലെ തന്നെ ശരീരത്തെ അത് ചൊറിഞ്ഞു പൊട്ടി വ്രണമായി വളരെ ദുർഗന്ധം വഹിക്കുന്ന പഴുപ്പും ചെലവും ഒലിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ കടന്നുപോയി. എൻ്റെ മാതാവിൻ്റെ രോഗത്തിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി നടന്നെങ്കിലും അവിടെയെല്ലാം ഞങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായത്. തുടർന്ന് ഞങ്ങൾ എൻ്റെ അമ്മയെ തുടർന്ന് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ കഴിയാത്തത് കൊണ്ട്, സാമ്പത്തികമായി ഞെരുക്കമുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ ഡോക്ടർമാരെല്ലാം മാറി മാറി ടെസ്റ്റുകളൊക്കെയും ചെയ്ത് നോക്കിയിട്ടും ഏത് രോഗമാണ് ഇത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടും പിന്നീട് എൻ്റെ അമ്മയെ ഒരു റൂമിൽ മരണത്തിന് വേണ്ടി എന്ന് നമുക്ക് പറയാം, ആ രീതിയിൽ ഒരു കിടക്കയിലേക്ക് മിഹല്യ ആകുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് മാസങ്ങളോളം തൻ്റെ ശരീരത്തിന് ഇതേ അവസ്ഥയിൽ വളരെ ദുർഗന്ധം വഹിക്കുന്ന, വ്രണവും ചെലവും ഒഴുകുന്ന, ആരും അടുത്ത് ചെല്ലാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ ഇത് ഇടയായി തീർന്നു. അന്ന് എനിക്ക് 11 വയസ്സാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനും എൻ്റെ സഹോദരിയും അന്ന് മുതൽ വീട്ടിലെ പാചകമൊക്കെ തുടങ്ങി. അച്ഛന് കൂലിപ്പണിക്കാരാണ്, കൃഷിപ്പണിക്കായി കടന്നു പോകും. മറ്റു വീടുകളിൽ കൃഷിപ്പണി ചെയ്ത് തനിക്ക് കിട്ടുന്ന അത് വരുമാനത്തിൽ നിന്നാണ് വീട്ടിലെ ചെലവുകൾ കഴിഞ്ഞു പോകുന്നത്. എന്നാൽ ഞങ്ങളുടെ തൊട്ടടുത്തൊക്കെയും പല ദൈവമക്കളുണ്ട്, പാസ്റ്റർമാരുണ്ട്. പക്ഷെ അവരെയൊന്നും ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല. കാരണം ഇവര് ആരാധിക്കുന്നത്, പാട്ട് പാടുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ കളിയാക്കുക പതിവാണ്. കാരണം ഇവരുടെ കൂട്ടത്തിൽ പോയാൽ, ഇവരുടെ പ്രാർത്ഥനയെ ശ്രദ്ധ കൊടുത്താൽ ഇനി നമ്മളും ആ രീതിയിലായി പോകുമോ എന്നുള്ള ചിന്തയൊക്കെ വന്നു. പലപ്പോഴും ഞങ്ങള് അവരുമായിട്ട് ബന്ധപ്പെടുവാൻ ശ്രമിക്കാറില്ലായിരുന്നു. ഒരു ദിവസം പാസ്റ്ററെ ഭാര്യ, അവർക്ക് 2 കുഞ്ഞുങ്ങളാണ്, ഒരു പെൺകുഞ്ഞും ഒരു ആൺകുഞ്ഞും. ആൺകുഞ്ഞിനെ 8 വയസ്സോളം പ്രായമേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന ഒരു സന്ദർഭത്തിലാണ് എൻ്റെ അമ്മ രോഗിയായി കിടക്കുമ്പോൾ ഞാനും എൻ്റെ സഹോദരിയും സ്കൂളിലേക്ക്, ഞങ്ങൾ കുഞ്ഞുങ്ങളായ സ്കൂളിലേക്ക് കടന്നു പോകും. എൻ്റെ പിതാവ് കൃഷി കാര്യങ്ങൾക്കായി, ജോലിക്കായി കടന്നു പോകും. ആ സമയത്ത് അമ്മ തനിച്ചായിരിക്കുമ്പോൾ ഈ പാസ്റ്ററുടെ ഭാര്യ തൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മയുടെ അടുക്കൽ കളിക്കാൻ കൊണ്ട് നിർത്തും. അവരുടെ പണികളെല്ലാം തീർന്നു കഴിയുമ്പോൾ എൻ്റെ അമ്മയുടെ അടുക്കൽ വന്ന് അല്പനേരം വർത്താനം പറഞ്ഞിരുന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുക, അത് ഒരു പതിവായി. ഒരു ദിവസം എൻ്റെ അമ്മ വളരെ വേദനയോടെ, വളരെ ഭാരപ്പെട്ടു, തൻ്റെ ശരീരം വളരെ വിങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് എൻ്റെ അമ്മ കുഞ്ഞു പറഞ്ഞു, മോനെ നിന്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക, ചേച്ചിക്ക് സൗഖ്യമാകാൻ, അതല്ലെങ്കിൽ ഈ ചേച്ചിയെ കർത്താവ് വേഗം വിളിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കടാ എന്നിങ്ങനെ പറയുവാടിച്ചിരുന്നു. ഞാൻ പറയട്ടെ, ഈ 2 വയസ്സുള്ള കുഞ്ഞ് തൻ്റെ പിതാവ് എന്താണ് കാണിക്കുന്നത് അത് കണ്ടുള്ള ശീലം വെച്ച് താനൊരു പാട്ടുപാടി, താൻ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് തൻ്റെ ഭാഷയിൽ ആമിഹല്യ അന്യഭാഷ പറഞ്ഞ് താന് എൻ്റെ അമ്മയുടെ തയ്യൽ കൈവച്ച് ശാസിക്കുവാൻ ഇടയായിത്തീർന്നു. ആ ശാസിച്ച സമയത്ത് എൻ്റെ മാതാവിൻ്റെ ശരീരത്തെ വലിയൊരു ശക്തി വ്യാപരിക്കുന്നതായിട്ട് എൻ്റെ മാതാവിനെ തോന്നി. അങ്ങനെ ആ കിടന്ന സ്ഥലത്ത് എന്തോ ഒരു വലിയ വെളിച്ചം വരുന്നത് പോലെയോ, ശരീരമാസങ്ങളും വിറയ്ക്കുന്നത് പോലെ ഒരു കരണ്ടടിക്കുന്ന അനുഭവം എൻ്റെ അമ്മയ്ക്ക് തോന്നിയിട്ട് അമ്മ മിഹല്യ കുറച്ചു നേരം അവിടെ കിടന്ന് തന്നെ കരയുവാൻ ഇടയായിത്തീർന്നു. തുടർന്ന് ഈ കുഞ്ഞിനെ എടുക്കുവാൻ വേണ്ടി വന്നപ്പോൾ പ്രിയാന്റിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായി. പ്രിയാന്റി എൻ്റെ അമ്മയോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുവാടേ തീർന്നു. യേശുവാണ് സത്യദൈവമെന്നും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പൂർണ്ണമായ വിടുതൽ ദൈവം കൊടുക്കുമെന്നുമുള്ള ആ ദിവ്യ സന്ദേശം എൻ്റെ അമ്മയോട് പറയുവാടേ തീർന്നു. സ്തോത്രം. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ,
സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേല് ദൈവത്തിന്റെ ശക്തിയുണ്ട്. അവരുടെ വാക്കിന് അവര് കളിക്കുന്നതൊക്കെയാണ്. പക്ഷേ ദൈവത്തിന്റെ വചനത്തിലൂടെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് കരം അമിഹല്ല മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു വർഷമെങ്കിൽ ദൈവത്തിന്റെ ശക്തി അമ്മി അവിടെ വ്യാപരിപ്പാൻ ഇടയായിത്തീരും. എന്റെ മാതാവിന്റെ ശരീരത്തിൽ ആ ശക്തി വ്യാപരിച്ചു. അമ്മേ സ്തോത്രം. പൂർണ്ണമായ ഒരു വിടുതൽ ദൈവം കൊടുക്കുവാടിയെ തീർന്നു. അമ്മേ സ്തോത്രം. അന്നു മുതൽ അമ്മ ഒരു തീരുമാനമെടുത്തു. ആമിഹാലെ, ഇനി ജീവിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്നല്ല, യേശുവിന് വേണ്ടി ജീവിക്കുമെന്നുള്ള തീരുമാനമെടുക്കുകയായി തീർന്നു. ഇതൊന്നും ഞാനും എൻ്റെ സഹോദരിയും എൻ്റെ പിതാവും അറിയുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ആമിഹല്ല അമ്മ മെല്ലെ മെല്ലെ സൗഖ്യം പ്രാപിച്ചു. അതുപോലെ തന്നെ അമ്മ ഈ പാസ്റ്ററുടെ ഭവനത്തിൽ പ്രാർത്ഥന വയ്ക്കുമ്പോൾ കടന്നു പോകാൻ തുടങ്ങി. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവും എൻ്റെ സഹോദരിയും ഏതോ ഒരു യാത്രയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ ആരുമില്ല. എൻ്റെ മാതാവ് തന്നെയായി, എനിക്കായി. ഞാൻ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങള് കൃഷിപ്പണി, ഞാൻ പറഞ്ഞല്ലോ കൃഷിപ്പണിക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത ഒരു പ്രത്യേക ഒരു ശൈലിയിലാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. കാരണം അമ്മയും കൃഷിപ്പണിക്ക് പോകുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അമ്മയും അച്ഛനും ജോലിക്കായി കടന്നു പോകും. അമ്മ സ്തോത്രം. പിന്നെ ഞങ്ങൾ കൂട്ടുകാരുമായി കളിച്ച് നടക്കും. അല്ലെങ്കിൽ തൊട്ട് ഒരു മലയുടെ മുകളിലാണ് ഞങ്ങളുടെ വീട്. അതിന്റെ താഴ്വാരത്ത് ഒരു സിറ്റി, ഒരു ടൗൺ ഉണ്ട്. ആ ടൗണിൽ വന്ന് ഞങ്ങൾ ക്ലബിൽ ഇരുന്ന് TV കാണുക, ക്യാരംസ് കളിക്കുക, അങ്ങനെ മറ്റ് കളികളിൽ ഏർപ്പെട്ട് പാതിരാത്രി വരെയും ഇരുന്നിട്ട് രാത്രിയാവുമ്പോൾ കയറി വരും. വീടൊക്കെ ചിലപ്പോൾ ചാരിയിട്ടിരിക്കും, കഥക് ചാരിയിട്ടിരിക്കുമുള്ളൂ. രാത്രി വന്ന് കയറി കിടക്കും. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. അങ്ങനെ എൻ്റെ മാതാവും ഞാനും തനിച്ചായി ആ ദിവസം ഈ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഞാൻ സ്കൂൾ വിട്ട് വന്നു. ശേഷം ഞങ്ങൾ കൂട്ടുകാരുമായി കളിക്കാനായി കടന്നുപോയി. രാത്രിയായപ്പോൾ ക്ലബിൽ കടന്നുപോയി TV ഒക്കെ കണ്ട് രാത്രിയായപ്പോൾ കടന്നു വന്നു. കടന്നു വരുമ്പോൾ എൻ്റെ വീട് പൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. എൻ്റെ അമ്മ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്കായി പാസ്റ്ററുടെ അടുക്കൽ കടന്നുപോയി തീർന്നു. പാസ്റ്റർ അടുക്കൽ കടന്നുപോയി. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് വലിയ ഒരു പ്രത്യാശയും വലിയൊരു ആഗ്രഹവുമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ അമ്മ ആ പാസ്റ്റർ കടന്നുപോയി വളരെ ആ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. എനിക്ക് താക്കോല് മേടിക്കണമെന്നുണ്ട്. പക്ഷെ എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചിട്ട് അമ്മ കേൾക്കുന്നില്ല. എല്ലാവരും പ്രാർത്ഥനയോട് വളരെ ഭക്തിയോടെയാണ്. അങ്ങനെ കുറെ നേരം വെളിയിൽ ഈ പാസ്റ്ററുടെ വീടിന്റെ വെളിയിൽ നിന്നു. അവർ വന്നിട്ടിരിക്കുകയാണ്. നിന്നിട്ട് അവരുടെ തീർന്നപ്പോൾ ഞാൻ താക്കോലുമായി ചോദിച്ചപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞു, വാ കയറുമായി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം മടിച്ചു. പിന്നീട് പാസ്റ്റർ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ വീണ്ടും വീട്ടിനകത്ത് കയറിയിരുന്നു. പാസ്റ്ററിനോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിപ്പാടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും ശ്രദ്ധ കൊടുത്തില്ല. കാരണം ഞാൻ ശ്രദ്ധ കൊടുത്ത് ഇവര് പറയുന്ന കാര്യത്തിലേക്ക് എൻ്റെ ശ്രദ്ധ മാറി. അല്ലെങ്കിൽ ഇവര് സേവിക്കുന്ന, ഇവര് ആരാധിക്കുന്ന ഈ ദൈവത്തെ ഞാനും ആരാധിച്ചാൽ, ഞാൻ കേട്ടിട്ടുണ്ട് ഇവര് പ്രത്യേക വിഭാഗമാണ്, ഇവർക്ക് ഈ ലോകത്തിലെ പല സന്തോഷങ്ങളും വിലക്കേക്കുവാണ്, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനും അങ്ങനെയൊക്കെ ആയിപ്പോയി, ഇവരിൽ ഒരാളായി മാറിയാൽ പിന്നെ എൻ്റെ കൂട്ടുകാർ എനിക്ക് നഷ്ടമാകും, എൻ്റെ ബന്ധുക്കളൊക്കെ നഷ്ടമാകുന്ന ഒരു ചിന്തയൊക്കെ അപ്പം എനിക്ക് വന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ വലിയ ശ്രദ്ധ കൊടുത്തില്ല. അവസാനമായി പാസ്റ്ററിനോട് ചോദിച്ചു, സ്തോത്രം, നിനക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, ആർക്കാ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലാത്തത്? ഞാൻ സ്വർഗത്തിൽ പോകും. നീ ഏത് സ്വർഗത്തിലാണ് പോകുന്നേ എന്നൊരു ചോദിക്കുകയാണ്. അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, സ്വർഗമുണ്ടോ? അപ്പൊ പാസ്റ്റർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യം, സ്വർഗമുണ്ട്, സ്തോത്രം. പക്ഷേ ഞാൻ ചോദിച്ചു, അതിന് തെളിവെന്താണ്? ആമേൻ. പാസ്റ്ററിനോട് ഇങ്ങോട്ട് പറഞ്ഞു, സ്തോത്രം, തെളിവ് തരാം. നീ അമേരിക്കയ്ക്ക് പോയിട്ടുണ്ടോ? നമ്മൾ ചെയ്തു, ഞാൻ അമേരിക്കയ്ക്ക് പോയിട്ടില്ല. അമേരിക്ക ഉണ്ടോ? അമേരിക്ക ഉണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, പലരും പറഞ്ഞു കേട്ടുള്ള അറിവാണ്. ഇത് തന്നെയാണ് ആമേലിയ സ്വർഗത്തെക്കുറിച്ച്. പലരും പറഞ്ഞു കേട്ടുള്ള അറിവല്ല, തെളിവ് ഞങ്ങളുടെ ബൈബിളിലുണ്ട്. ബൈബിൾ വായിക്ക്, നിനക്ക് വ്യക്തമാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് എനിക്ക് അത്ര പിടിച്ചില്ല. പക്ഷെ ഞാൻ എന്നിട്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പിന്നെയും സംസാരിച്ചു. അവസാനം പറഞ്ഞു, ദൈവമുണ്ട്, ദൈവത്തെ ആരാധിക്കണം, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ
ഞാൻ അവസാനം ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചോദിച്ചു, ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ അമ്മയല്ല ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ദൈവമുണ്ട്. ആമേ, സ്തോത്രം, ദൈവമുണ്ട്. അപ്പോ ദൈവം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരാൻ ഞാൻ പിന്നെയും പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി നീ കിടക്കുന്നതിന് മുമ്പായിട്ട് നീ പറ, ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ എനിക്ക് കാണണം, ഏത് ദൈവം എന്ന് വെച്ചാൽ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ പറഞ്ഞു. അന്ന് രാത്രി എനിക്കറിയാം 1996 മാർച്ച് 16 തീയതി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കിടന്നു, ദൈവമുണ്ടോ? ഇവര് സേവിക്കുന്ന, ഇവര് ആരാധിക്കുന്ന, ഈ കൈയടിച്ച് ഒച്ചയിട്ട് ആരാധിക്കുന്ന ഇവരുടെ ദൈവമാണ്. ആ ദൈവം അതാണ് സത്യത്തിൽ അതാണ് ദൈവമെങ്കിൽ എനിക്കൊന്ന് വ്യക്തമാക്കി തരണം, എനിക്കൊന്ന് വ്യക്തമാകണം. സ്തോത്രം. അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കിടന്നു. എനിക്ക് പ്രാർത്ഥിക്കാതെ പറഞ്ഞിട്ട് കിടന്നു. എനിക്കറിയാം, ഒരു മയക്കത്തിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ചുറ്റും വലിയൊരു വെളിച്ചമുണ്ടായ ശേഷം ഞാൻ എവിടെയാണ് കിടക്കുന്നതെന്നോ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്നോ ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല. ഞാൻ ഏതോ ഒരു വെളിച്ചത്തിൽ നിൽക്കുകയാണ്. എന്നോട് ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മുഖം എനിക്ക് കാണത്തില്ല, പക്ഷെ ഭയങ്കര വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്നോട് ഇങ്ങനെ വ്യക്തമായി സംസാരിക്കുക. വ്യക്തമായി കുറെ കാര്യങ്ങൾ സംസാരിച്ച ശേഷം പിന്നീട് ഞാൻ ഉറക്കമുണർന്നപ്പോൾ ഞാൻ കിടന്നിരുന്ന കിടക്ക മുഴുവൻ നനഞ്ഞ് വെള്ളം കോരി ഒഴിച്ച അവസ്ഥയിൽ ഞാൻ ഉറക്കമുണർന്നു. എനിക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇവരുടെ ദൈവം അവൻ സത്യദൈവമായെന്ന് എനിക്ക് ബോധ്യമായി. അന്ന് ഞാൻ തീരുമാനമെടുത്തു, അങ്ങനെയെങ്കിൽ ഇവരുടെ ദൈവം സത്യദൈവമാണെങ്കിൽ എനിക്ക് ഇവരുടെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ഞാൻ ജീവിക്കും എന്ന് ഞാനൊരു തീരുമാനമെടുത്തു. എങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകാൻ മടി തോന്നി. കാരണം ഞാൻ തീരുമാനമെടുത്തു, ഞാൻ ഇവരെ ബന്ധക്കോസ്തുകാരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ഞാൻ സേവിക്കാൻ തുടങ്ങി എന്ന് മറ്റുള്ളവർ അറിഞ്ഞല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. പക്ഷേ സ്തോത്രം, ക്രമേണ ആ ചിന്ത മാറി. ഞാൻ ഈ ദൈവത്തോട് കൂടുതൽ എനിക്ക് അടുക്കുവാൻ ദൈവം വായിക്കുന്നു. പല പുസ്തകങ്ങൾ ആ ഭാഷ എനിക്ക് വായിക്കാൻ തന്നു. ഇത് വായിച്ചു നോക്ക്, ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയാം. അങ്ങനെ പല പുസ്തകങ്ങൾ വായിക്കുവാനും ബൈബിള് ഒക്കെ ആദ്യമേ എനിക്ക് കിട്ടിയത് ഒരു പുതിയ നിയമ പുസ്തകമാണ്. നീല കവറിൽ ആയിട്ടുള്ള ഒരു പുതിയ നിയമ പുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങി. എന്റെ പല ചോദ്യങ്ങൾക്ക് ഞാൻ ഈ പാസ്റ്ററിലൂടെ ഉത്തരം കണ്ടെത്തുവാനായിട്ടിരുന്നു. സ്തോത്രം. ദൈവങ്ങളെ സത്യമെന്ന് പറയട്ടെ, ഹല്ലേലൂയ. 1996 മാർച്ച് മാസം 16 തീയതി ഞാൻ കർത്താവിനെ അറിയുവാനായിത്തീർന്നു. എന്നാൽ ഞങ്ങൾ കുടുംബമായിട്ട് 1998 ജനുവരി 4 തീയതി ഹല്ലേലൂയ സമൂഹം നോക്കി നിൽക്കെ ഞങ്ങൾ ജലത്തിൽ സൈഡിൽ സ്നാനപ്പെടുവാനായി തീർന്നു. സ്നാനപ്പെടുന്ന സമയത്ത് ദേശമെല്ലാം ഇളകി. ദേശക്കാര് പറഞ്ഞു, സ്തോത്രം, പാസ്റ്റർ വാഹനം ഞങ്ങൾ കത്തിക്കും. ഹല്ലേലൂയ. ഒറ്റയൊരുത്തര് അവിടെ നിൽക്കിയില്ല, എല്ലാവരും ഞങ്ങൾ അടിച്ചോടിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും സ്തോത്രം ശാന്തമായി, ആരുടെയും ഹല്ലേലൂയ എതിർപ്പുകളില്ലാതെ ഹല്ലേലൂയ അവിടെ സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മ ഇങ്ങനെ ഈ പാസ്റ്റർ ഭവനത്തിൽ ചില കൂട്ടായ്മകൾ കൂടി ഞങ്ങൾ കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്തോത്രം, ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു അനുഭവം കൂടി ഉണ്ട്. ഞാൻ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഇവരുടെ ഈ പാസ്റ്ററുടെ വീട്ടില് സ്തോത്രം പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാസ്റ്റർക്ക് സ്ഥലം മാറിപ്പോയെ തോന്നുന്നു. ആ പാസ്റ്ററെ സ്ഥലം മാറിപ്പോയപ്പോൾ അവിടെ പ്രാർത്ഥന നിന്നു. സ്തോത്രം. പ്രാർത്ഥനയില്ലാതായി, കൂട്ടായ്മയില്ലാതായി. ആ സമയത്ത് എൻ്റെ കുടുംബവും ഞങ്ങൾ 4 പേരും, അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയും ആങ്ങളെയും അവരുടെ കുടുംബം സ്തോത്രം, ഞങ്ങളൊരു 2-3 കുടുംബം മാത്രം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പാസ്റ്റർ നെടുങ്കണ്ടം എന്ന സ്ഥലത്ത് നിന്ന് ഒരു പാസ്റ്റർ കടന്നു വന്ന് പ്രവർത്തിക്കാനായി കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങളുടെ കൂട്ടായ്മയെ പറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മാസത്തിൽ 1 പ്രാവശ്യം ഞാൻ ഇവിടെ ഒന്ന് ആരാധന നടത്താം, ബാക്കിയുള്ള ദിവസം നിങ്ങൾ കൂടി വരണം. അങ്ങനെ സ്തോത്രം, ആ പാസ്റ്റർ എന്നെ അതിന് നിയോഗിക്കുകയായി തോന്നുന്നു. കാരണം 12ാമത്തെ വയസ്സിൽ 11 വയസ്സ് കഴിഞ്ഞ് 12 വയസ്സാകുന്നു. ആ സമയത്ത് എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച അദ്ദേഹം, തോമസ് കുട്ടി എന്നൊരു പാസ്റ്റർ എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞു, ഇവനാണ് ഈ സഭയുടെ പാസ്റ്റർ എന്ന് പറഞ്ഞ് എന്നെ നിയമിക്കുവാടിയെത്തും. സ്തോത്രം. അങ്ങനെ എനിക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് പ്രാർത്ഥന പഠിച്ചു വരുന്നേ ഉള്ളൂ. ബൈബിളിനെ പറ്റി ശരിക്കും ഗ്രാഹ്യമായി അറിയത്തില്ല. പക്ഷേ പുസ്തകങ്ങൾ വായിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബൈബിൾ വായിക്കും. സ്തോത്രം. അങ്ങനെ ഒരു ഒരു 2-3 വർഷത്തോളം ആ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുവരുവാടിയെത്തിയിരുന്നു. അങ്ങനെ എന്ന ഒരു കൂട്ടായ്മ ദേവാസനായിരുന്നു. വേദലക്ഷ്യം ഫെലോഷിപ്പിന്റെ പ്രവർത്തകനായിട്ട് ആ ചെറുപ്രായത്തില് ഹൈറേഞ്ചിന്റെ പല സഭകളിൽ കടന്നു പോവാടിയെത്തിയിരുന്നു. സ്തോത്രം. അങ്ങനെ അന്ന് കടന്നുപോയ സഭയാണ് ഏലപ്പാറ ഉള്ള ഒരു വേൾഡ് ക്ഷേത്രം. അങ്ങനെ കടന്നുപോയി ഒക്കെ പലയിടത്ത് കടന്നുപോയി. പിന്നീട് ഞങ്ങൾ ഞാൻ 98 സ്നാനപ്പെട്ടു. പിന്നീട് സ്കൂളിലൊക്കെ കടന്നു പോകുന്ന സമയത്ത് പലരും എന്നെ കളിയാക്കാൻ തുടങ്ങി. സ്തോത്രം. അമിഹല്ലിയ അതൊന്നും ഭാഗവയ്ക്കാൻ ഞാൻ കടന്നു പോകുമ്പോൾ ടീച്ചർമാര് അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് എന്നെ അവിടെ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് ഞാൻ നല്ല പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. തുടർന്ന് എന്നെ അവര് മനഃപൂർവ്വമായി തോൽപ്പിക്കുകയായിരുന്നു. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ നിരാശയായി. കാരണം ഞാൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ തോറ്റപ്പോൾ എന്നെക്കാൾ വലിയ ഉഴപ്പന്മാരായ അല്ലെങ്കിൽ പഠിത്തത്തിൽ പഠിക്കാത്ത കുട്ടികളൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് കടന്നുപോയി. ഞാൻ ആ ക്ലാസ്സിൽ തന്നെ ഇരുന്നപ്പോൾ എനിക്ക് വളരെ നിരാശ തോന്നി, വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറയുമായിരുന്നു, ഞാൻ ദൈവത്തെ അറിഞ്ഞു അമിഹാലിൽ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, പല കൂട്ടായ്മയ്ക്ക് പോകുന്നു, അതുകൊണ്ട് എനിക്ക് ഹാജര് കുറഞ്ഞു. സ്തോത്രം. ഇപ്പോൾ തോൽപ്പിച്ചേക്കുക. ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞുകൊണ്ടല്ലേ പതിയെ ഉഴപ്പിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. സ്കൂളിൽ പോകാൻ മടിയായി തുടങ്ങി. അങ്ങനെ പല രീതിയിൽ സ്കൂളിൽ നിന്ന് ഉഴപ്പാൻ തുടങ്ങി. പറയട്ടെ, അമിഹല്ലിയുടെ ദിവസങ്ങളിലൊക്കെ സ്തോത്രം ചില മേസ്തിരിമാരോട് മൈക്കാട് പണിക്ക് പോകും, പെയിന്റിങ് പണിക്ക് പോകും. ഇങ്ങനെ പല മറ്റു പണികൾക്ക് കടന്നു പോകാൻ തുടങ്ങി. സ്കൂളിൽ കട്ട് ചെയ്ത് പോകാൻ തുടങ്ങി. അമിഹല്യ പല ദുശീലങ്ങൾ അമിഹല്യ തുടങ്ങി. കാരണം മൈക്കാട് പണിക്കൊക്കെ പോയി കഴിയുമ്പോൾ സ്തോത്രം അവിടെ നിന്ന് അല്പം മദ്യമൊക്കെ അവർ കുടിക്കുന്ന കൂട്ടത്തിൽ അല്പം തരാൻ തുടങ്ങി. അങ്ങനെ സ്തോത്രം അന്ന് ഇന്നത്തെ ചൊടിക്കടിയിൽ വയ്ക്കുന്ന പല പരിപാടികൾ അങ്ങനെയൊക്കെ പലതും ചെയ്തു. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ വെച്ച് എന്നെ അത് ഗണേശ് എന്ന ചൊടിക്കടി വയ്ക്കുന്ന ഒരു പുകല എന്നെ പിടിക്കുവാടി തുടങ്ങി. അങ്ങനെയൊക്കെ വളരെ സ്കൂളിലൊക്കെയും വളരെ നാണം കെട്ട ഒരു അവസ്ഥയിലായി വന്നു. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ 10ാം ക്ലാസ് ജീവിതം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. തുടർന്ന് സ്തോത്രം പാടൽ കോളേജിൽ പോയി പഠിച്ച് സ്തോത്രം എന്റെ ഒരു ആഗ്രഹമാണ് വാഹനം ഓടിക്കണം അല്ലെങ്കിൽ വണ്ടി ഓടിക്കണം എന്നൊരു ആഗ്രഹം. അതുകൊണ്ട് ലൈസൻസ് എടുക്കണം, SLC ബുക്ക് വേണം. അതിനുവേണ്ടി 10ാം ക്ലാസ്സിൽ പോയി എഴുതുവാടിയിരുന്നു. പക്ഷേ ദൈവം അതിനല്ല കണ്ടതെന്ന് സ്തോത്രം പിന്നീട് ആ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്നെ തെളിയിക്കുവാടിയത്. കാരണം ഞങ്ങളുടെ സഭയിൽ ഒരു പാസ്റ്റർ കടന്നു വന്നു. അദ്ദേഹം യൗവനക്കാരനായ വികാസനായിരുന്നു. അദ്ദേഹം കടന്നു വന്ന് എന്നോട് ഇങ്ങനെ വലിയൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് സുവിശേഷം പറയാൻ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് കൂടുവാടിയെത്തുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടത്തില് പല മീറ്റിങ്ങുകൾ കൊണ്ടാൻ തുടങ്ങി. അങ്ങനെ പിന്നെയും ഞാൻ ഒരിക്കൽ കൂടെ തീരുമാനം ദേശത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മുന്നോട്ട് പോയി ശരിയാകത്തില്ല, ഈ ദേശത്ത് ഇനിയും നിന്നാൽ നിന്റെ കൂട്ടുകാർ ഒത്തിരി പേര്, അതുകൊണ്ട് ഇഷ്ടം നീ തീരുമാനം എടുത്തില്ലേ, നീ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ തോന്നി. അങ്ങനെ 1999 2000 ആ വർഷത്തില് ഞാൻ ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയി. പെരുമ്പാവൂര് കീഴിലും പിന്നീൽ ബൈബിൾ സെമിനാരിയിൽ കർത്താവിന്റെ വചനം പഠിക്കാൻ കടന്നു പോകാനെത്തിരുന്നു. അങ്ങനെ 1 വർഷം എനിക്ക് അവിടെ പഠിക്കാൻ പറ്റിയുള്ളൂ. 1 വർഷത്തെ പഠനത്തിന്റെ ലാസ്റ്റ് സമയമായപ്പോൾ എൻ്റെ പിതാവ് മരത്തിൽ നിന്നൊന്ന് വീടുവാടിയെത്തിരുന്നു. അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ പിന്നെയും ഞാൻ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ബൈബിൾ കോളേജ് ജീവിതം അവിടെ കൊണ്ട് അമിഹല്യ തീർന്നു. പക്ഷെങ്കിൽ അമിഹല്യ എൻ്റെ ഉള്ളില് ആ ഒരു 10 മാസം കൊണ്ട് എനിക്ക് ഒരു തീരുമാനം, ഇനി എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യണം, മറ്റൊന്നുമില്ലെങ്കിലും കർത്താവിന് വേണ്ടി വേല ചെയ്യണം എന്നൊരു തീരുമാനത്തിന് എത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ വീട്ടിൽ വന്നു. കുറെ നാളുകൾ കഴിഞ്ഞ് അതിനുശേഷം പയ്യെ ജോലിക്ക് കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു,
നീ വീണ്ടും എന്തെങ്കിലും പഠിക്കുവാനോ വചനം പഠിക്കുവാനോ എന്തെങ്കിലും കടന്നു പോകാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയോടെ ഇരുന്നപ്പോൾ സ്തോത്രം UP-യിൽ വാരണാസി എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് വരുവാൻ എനിക്ക് ഒരു ചാൻസ് ലഭിച്ചു. അങ്ങനെ ഒരു വർഷം UP-യിൽ വന്ന് കർത്താവിന് വേല ചെയ്യുവാൻ കർത്താവ് എനിക്കൊരു അവസരം തന്നു. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. കാരണം ഒരു വർഷമെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഈ അരോമ TV-യുടെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാതിരിക്കാൻ, നോർത്ത് ഇന്ത്യയുടെ കാഠിന്യമായ ചൂടിൽ നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചൂട് വന്നപ്പോൾ എനിക്ക് കണ്ണിന് അസുഖം വന്നു. അങ്ങനെ കണ്ണിന് അസുഖം വന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്ത അവസരത്തിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് പല സ്വന്തം സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ഇരിപ്പാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം കോട്ടയത്തടുത്ത് മേലിയാവുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞുവാൻ പാസ്റ്റർ കൂടുതൽ ഒരു 4 വർഷം അസിസ്റ്റന്റ് ദേവാസനെ പോലെ അവിടെ നിന്ന് ദേശത്ത് വർക്ക് ചെയ്ത് മിഹല്യ കർത്താവിന്റെ വചനത്തെ പറ്റി കൂടുതലായി പഠിക്കുവാനും ശുശ്രൂഷയെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ പിന്നീട് തുടർന്ന് സ്തോത്രം പല സഭകളിൽ, പല സ്വന്തം സ്ഥലങ്ങളിൽ സ്തോത്രം എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇടയായിത്തീർന്നു. കോട്ടയത്ത് വയല എന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ പൊൻകുന്നത്ത് അത്തിക്കവല എന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ കട്ടപ്പന ആനകുത്തി എന്ന സ്ഥലത്ത് സ്തോത്രം അങ്ങനെയൊക്കെ പല സഭകളിലും കടന്നു പോകാനും അവിടെ ആത്മാക്കളെ നേടുവാൻ, ആ ചെറുപ്രായത്തിന്റെ ആത്മാക്കളെ നേടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. പക്ഷേ തുടർന്നും കർത്താവിന്റെ വചനത്തിന്റെ യഥാർത്ഥമായ ശൈലി പഠിച്ചില്ല. ഒരു വർഷം മാത്രമേ പഠിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്ക് തുടർന്നും പഠിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. സ്തോത്രം അങ്ങനെ ഞാൻ 2009 കാലഘട്ടത്തിൽ ഞാൻ തൃശ്ശൂര് നിസ്പ ബൈബിൾ കോളേജിൽ കർത്താവിന്റെ വചനം പഠിക്കാൻ കടന്നു പോകാനെത്തിയിരുന്നു. സ്തോത്രം അവിടെ കടന്നുപോയി ഏകദേശം 3 വർഷക്കാലം കർത്താവിന്റെ വചനം പഠിച്ചു. തുടർന്ന് എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക്, ബീഹാറിലേക്ക് വരണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. സ്തോത്രം അന്ന് എനിക്ക് ഈ ബൈബിൾ കോളേജിൽ പഠിച്ച ഗ്രാജുവേഷൻ സമയത്ത് എഴുതി കൊടുക്കണം എവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, എന്ത് ചെയ്യാൻ പോകുന്നു, സുവിശേഷ വേലയ്ക്കാണോ, എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് എഴുതി കൊടുക്കണം. ഞാൻ അന്ന് എഴുതി കൊടുത്തത് ബീഹാറിലേക്ക് കർത്താവിന്റെ വേലയ്ക്കായി കടന്നു പോകുന്നു എന്നുള്ളതാണ് ഞാൻ എഴുതി കൊടുത്തത്. പക്ഷെ ഗ്രാജുവേഷന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 3-4 മാസം മുമ്പ് വളരെ പ്രതികൂലമായ അവസ്ഥയുണ്ടായി. ബൈബിൾ കോളേജിൽ എനിക്ക് വളരെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. ആ സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്നെ നീ വിളിച്ചിട്ടുണ്ടോ, ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടോ? കാരണം ദൈവവേലയ്ക്കല്ലാതെ വിളിച്ച് ഇറങ്ങി തിരിച്ച അനേകര് വളരെ കർത്താവിന്റെ വചനമായിട്ട് വന്നിട്ട് വളരെ ദൈവം വിളിച്ചതല്ലാത്തത് കൊണ്ട് വളരെ പരാജയത്തിൽ വന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് കർത്താവെ നീ എന്നെ വിളിച്ചതാണെങ്കിൽ മാത്രം എനിക്കൊരു അടയാളം തരണം എന്ന് ഞാൻ പറയാൻ സ്തോത്രം. ജനുവരി 28-ാം തീയതിയാണ് ഞങ്ങളുടെ ഗ്രാജുവേഷൻ. ഇങ്ങനെ ഈ വിഷയത്തിന് വേണ്ടി ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സ്തോത്രം മാതൃസഭയുടെ സെൻട്രൽ പാസ്റ്റർ, കട്ടപ്പന സെൻട്രൽ പാസ്റ്റർ എന്നെ വിളിക്കുവാനായിരുന്നു. ഇവിടെ ഒരു സഭയുണ്ട്, അവിടെ വന്ന് ആരാധന നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ബീഹാറിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ്. പറഞ്ഞു ശരി അങ്ങനെയാട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത് പിന്നെയും വിളിച്ചു. അപ്പോഴും പിന്നെയും ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അപ്പോൾ പറഞ്ഞത്, നീ ബീഹാറിലേക്ക് പോകുന്ന ആ സമയം വരെയും ആരാധന നടത്ത്, അതിനുശേഷം പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ ഒരു ദൈവികമായിട്ട് ഒരു നിയോഗമായി എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കടന്നു വന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ, അല്ലെങ്കിൽ ആ സഭ ഏറ്റെടുക്കുവാൻ വേണ്ടി കടന്നു പോകും. സ്തോത്രം ഞാൻ അവിടെ കടന്നു വരുമ്പോൾ സ്തോത്രം സാധാരണ ഒരു യൗവനക്കാരൻ ആയിട്ടാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയുണ്ട്, പക്ഷെ സാധാരണ വ്യക്തിയായിട്ടാണ് അവിടെ കടന്നു വന്ന് സുവിശേഷ വേല ചെയ്ക്ക് വേണ്ടി കടന്നു വന്നത്. അവിടെ കടന്നു വന്നപ്പോൾ സ്തോത്രം അവിടുത്തെ പാസ്റ്റർക്ക് വളരെ രോഗം മൂർച്ഛിച്ച് വൃക്ക ഫെയിലായി രോഗം മൂർച്ഛിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടെ ഒരു 5-8 കുടുംബമുണ്ട്, അവർ കൂടിയിരുന്ന് ആരാധിക്കുന്ന അവസ്ഥ. സ്തോത്രം അങ്ങനെ അവിടെ കടന്നു വന്നു. ആദ്യത്തെ ദിവസം ദൈവമേ ഞാൻ എന്താണ് ഇവരോട് പറയേണ്ടത്, നീ എന്നെ വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് സ്തോത്രം ഇന്ന് ഞാൻ ഓർക്കുന്നു 34-ാം സങ്കീർത്തനം ഞാൻ എടുത്തു. ശുശ്രൂഷിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ഓരോ വ്യക്തികളെ തൊട്ട് സംസാരിപ്പാൻ ഇടയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു പ്രവചന ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ ദൈവം ഓരോ വ്യക്തികളെ തൊട്ട് ശുശ്രൂഷിപ്പാൻ ഇടയായിത്തീർന്നു.
അങ്ങനെ ആ ആ സഭയ്ക്ക് വലിയൊരു ഉണർവ് അന്ന് ഉണ്ടാവുകയെ തീർന്നു. പിന്നീട് ഞാൻ തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമിഹല്ലെ സന്ദർഭാഷ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ സഭയിൽ തന്നെ തുടരണം, കാരണം അവർക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഒരു പിതാവിന്റെ തുല്യമാണ് കട്ടപ്പന സന്ദർഭാഷ. അതുകൊണ്ട് എടാ നീ അങ്ങനെ ഒരു ഇതിലാണ് വിളിക്കുന്നത്. അപ്പോ നീ ഇത് തുടരണം, കാരണം അവർക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു, ശുശ്രൂഷ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ബീഹാറിലേക്ക് പോകണമെന്ന് താല്പര്യപ്പെട്ടിരിക്കുന്നത്, ജനുവരി മാസത്തിൽ പോകണമെന്ന് താല്പര്യപ്പെട്ട് ഗ്രാജുവേഷൻ അതിനുശേഷം പോകണമെന്ന് താല്പര്യപ്പെട്ടിരിക്കുകയാണ്, അതുവരെ നിൽക്കാം എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ തുടർന്ന് സ്തോത്രം ഡിസംബർ ലാസ്റ്റ് 31 ആണ്ടവസാന മീറ്റിംഗ് നടത്തി വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ കോൾ വന്നു, ആ ദേവദാസൻ താൻ പ്രിയം വെച്ച കർത്താവിൽ ചേർക്കപ്പെട്ടു വരുന്നു. തുടർന്ന് ആ സഭയുടെ ഉത്തരവാദിത്വത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരികയായിരുന്നു. സ്തോത്രം. അതിലെ ഒരു വാടക കെട്ടിടത്തിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആ ദേശത്ത് സ്തോത്രം എന്നെ അവിടെ ദൈവം ഒരു ആരാധനയ്ക്ക് വേണ്ടി സ്ഥലം മേടിക്കുവാൻ, ചർച്ച് പണിയുവാൻ, പാസേജ് പണിയുവാൻ, സെമിത്തേരിക്ക് കൂടി സ്ഥലം മേടിച്ച് ആ ദേശത്ത് വലിയൊരു ദൈവപ്രവൃത്തി കണ്ട് 5 വർഷത്തോളം ആ ദേശത്തിരുന്ന് കർത്താവിന്റെ വേല ചെയ്യുവാടിയെ തീർന്നു. ആ സഭയുടെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടമായപ്പോഴേക്കും എൻ്റെ പിതാവ് ഒരു രോഗത്താൽ പിടിക്കപ്പെടുവാടിയെ തീർന്നു. അദ്ദേഹം വിശ്വാസത്തിൽ വന്നിട്ടും ചില മിഹല്യ പുകവലിക്കുന്ന ചില മിഹല്യ സ്വഭാവം ഉണ്ടായിരുന്നു. സ്തോത്രം പലപ്പോഴും പല നിവാസന്മാർ ഉപദേശിച്ചു. സ്തോത്രം ഞങ്ങളും പലപ്പോഴും ഉപദേശിച്ചിട്ടും അദ്ദേഹം അത് വിട്ടുതിരിഞ്ഞില്ല. സ്തോത്രം. പക്ഷെ ദൈവം അത് എൻ്റെ പിതാവിനെ കൊളുത്തിട്ട് പിടിച്ചു എന്ന് വേണം പറയുവാൻ. അദ്ദേഹത്തെ തൊണ്ടയില് ചെറിയൊരു വേദന അനുഭവപ്പെടാൻ ഇടയെത്തിരുന്നു. സ്തോത്രം. തുടർന്ന് അത് ചികിത്സയിൽ അതിന് തൊണ്ടയ്ക്കകത്ത് ഒരു മുഴയുണ്ടെന്ന് സ്തോത്രം അറിയുവാടിയെത്തിരുന്നു. അങ്ങനെ അതിന്റെ ടെസ്റ്റിനായി ബയോപ്സിക്ക് വേണ്ടി അയച്ചപ്പോൾ ക്യാൻസർ ആകുന്നുള്ള വലിയ ഒരു അറിയിപ്പ് ഞാൻ കേട്ടുപാടിയെത്തുന്നു. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, ദൈവത്തെ അറിഞ്ഞിട്ട്, ദൈവവചനം അറിഞ്ഞിട്ട് അതിന് വിരുദ്ധമായി ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തെറ്റിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് തുടരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ തിരിയുവാൻ ഒരവസരം കൂടി ദൈവം തന്നിരിക്കുന്നതാണ് ഈ സമയം. കാരണം സ്തോത്രം, ദൈവം നമുക്ക് പല അവസരങ്ങൾ തരും. പക്ഷെ നമ്മളത് പാഴാക്കി കഴിയുമ്പോൾ പലരിലൂടെ ദൈവം നമ്മളെ ഉപദേശിക്കപ്പെടാം. പക്ഷെ സ്തോത്രം, അതിൽ നമ്മൾ മനം തിരിയാതെ വരുമ്പോൾ ദൈവം കൊളുത്തിട്ട് പിടിക്കും. എൻ്റെ പിതാവ് രോഗിയായി തീർന്നു. കോട്ടയം മെഡിക്കൽ കോളേജില് സ്തോത്രം വളരെ നാളുകൾ നീണ്ട ചികിത്സ നടത്തുവാൻ ഇടയായി തീർന്നു. ഏകദേശം 2 വർഷത്തോളം ഞാൻ കൂടെ നിന്ന് എൻ്റെ പിതാവിന്റെ രോഗിയിൽ കൂടെ നിന്നു. 4th സ്റ്റേജ് പറഞ്ഞ് ഇനി രക്ഷയില്ല, ഏകദേശം 6 മാസക്കാലം ജീവിച്ചിരിക്കും എന്ന് മാത്രം പറഞ്ഞ എൻ്റെ പിതാവിന് വേണ്ടി ഞങ്ങൾ ഇടുമെന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. 2 വർഷക്കാലം ചികിത്സയ്ക്ക് ശേഷം ഭേദം ആയി, ഒരു കുഴപ്പമില്ല, അത് മാറ്റമായിട്ടുണ്ട്. ഇനി 2-3 മാസം കൂടുമ്പോൾ വന്നൊന്ന് ടെസ്റ്റ് ചെയ്യുക മാത്രം ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുവാനിടയെത്തും. സ്തോത്രം. എൻ്റെ പിതാവിന്റെ രോഗം മാറി. എന്നാൽ എൻ്റെ വിളി കിടക്കുന്നത് നോർത്ത് ഇന്ത്യയാണ്. സ്തോത്രം. നോർത്ത് ഇന്ത്യക്ക് വരാൻ എന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സ്ഥലമാറ്റം കിട്ടി. വേറൊരു സഭയിലേക്ക് പോയി. സ്തോത്രം. കട്ടപ്പന സെന്ററിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക് എനിക്ക് സ്ഥലമാറ്റം കിട്ടി. സ്തോത്രം. പക്ഷെ ആ സ്ഥലത്തേക്ക് പോകുമ്പോഴും അതിന് മുമ്പേയും എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഇത് ദൈവവേദമല്ല, കാരണം എൻ്റെ വിളി കിടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം നോർത്ത് ഇന്ത്യക്ക് പോകണം എന്നൊരു ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ 5 വർഷം ഇരുന്ന ആ സഭയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹമൊക്കെ നടന്നത്. സ്തോത്രം. വിവാഹമൊക്കെ നടന്ന വലിയൊരു സാക്ഷ്യമാണ്. കാരണം ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ ഏലപ്പാറ എന്നുള്ള സ്ഥലത്തു നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. സ്തോത്രം. അവിടെ ചെന്ന് ഞാൻ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ സ്തോത്രം, അത് വേൾഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ചർച്ചിൽ കൂടി വരുന്നൊരു സഹോദരിയാണ്. അങ്ങനെ കടന്നു ചെന്നപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. സ്കൂളിൽ ചെന്നാണ് ഞങ്ങൾ ഈ പെൺകുട്ടിയെ കണ്ടത്.
ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എത്തുമ്പോഴാണ് അറിഞ്ഞത്, പണ്ട് ഞാൻ സ്തോത്രം വേൾഡ് ക്രിസ്ത്യനിൽ എൻ്റെ ചെറുപ്രായത്തിൽ ഇരുന്നപ്പോൾ ഞാൻ കടന്നു ചെന്ന സഭയാണ് ആ സഭയെന്നും അവിടെ കണ്ടിരുന്ന മുഖങ്ങളാണ് എൻ്റെ ബന്ധുക്കളെന്നും എന്ന് വർഷങ്ങൾ കഴിഞ്ഞായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടിരുന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ സ്തോത്രം 2016 നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരികയായിരുന്നു. അങ്ങനെ 2016 കടന്നു വരുന്നതിന് മുമ്പായി തന്നെ ഞാൻ മറ്റൊരു സഭയിലേക്ക് കടന്നുപോയി എന്ന് പറഞ്ഞല്ലോ. ആ സഭയിലേക്ക് കടന്നു പോയപ്പോൾ എന്റെ മനസ്സിൽ പറയുന്നുണ്ട്, ഇത് ദൈവഹിതമല്ല എന്ന്. കാരണം സ്തോത്രം, ആദ്യമേ എന്നെ ദേവദാസനെ ഏൽപ്പിച്ച സഭ, ആ സഭയ്ക്ക് ശേഷം പോകാം എന്നൊരു തീരുമാനത്തിലാണ് ഞാൻ ഇരുന്നത്. എന്നാൽ സ്തോത്രം, രണ്ടാമത് വേറൊരു സഭയിലേക്ക് പിന്നെയും പോയി 1 വർഷം കൂടെ കേരളത്തിൽ നിൽക്കുവാടേ തീർന്നു. ആ വർഷം വളരെ പ്രതികൂലങ്ങൾ, കുടുംബത്തിൽ നിന്ന് തന്നെ വളരെ പ്രതികൂലങ്ങൾ എനിക്ക് അനുഭവപ്പെടേണ്ടിയിരുന്നു. സ്തോത്രം. വളരെ പ്രതികൂലങ്ങൾ, വളരെ പ്രശ്നങ്ങളുണ്ടായി. വീട്ടിൽ നിൽക്കണ്ട എന്നൊരു തോന്നൽ വരെയും എനിക്ക് വരുവാനിടയായിത്തീർന്നു. കാരണം സ്തോത്രം, അതെന്നെ പഠിപ്പിച്ചൊരു പാഠമാണ്. കാരണം സ്തോത്രം, ദൈവവിളിക്ക് വിളിയായാൽ നമുക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, നമ്മളെ വിളി എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ ആ വിളിക്ക് വേണ്ടി ആ സമയത്ത് തന്നെ ഇറങ്ങിത്തിരിക്കും. സ്തോത്രം. ഇല്ല, കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ പ്രശ്നങ്ങളിലൂടെയാക്കി നമുക്ക് കടന്നു വരാനിടയെത്തിയിരുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് 2016 കടന്നു വന്നു. വലിയ ഒരു സഭയുടെ ശുശ്രൂഷ സ്ഥാനത്ത് നിന്ന് നേരെ നോർത്ത് ഇന്ത്യയിലേക്ക്, മരുഭൂമിയുടെ സഭയില്ല, സ്തോത്രാഴ്ച ദശാംശമോ മറ്റൊന്നുമില്ല. സ്തോത്രം, മലയാളികൾ തന്നെ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വന്നപ്പോൾ സ്തോത്രം വളരെ വളരെ ഭാരപ്പെട്ടു. സ്തോത്രം. അവിടെ വെച്ച് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി. സാഹചര്യങ്ങളിൽ വലിയ പ്രതികൂലമുണ്ടായി. തിരിച്ചു പോയാലോ എന്ന് വിചാരിച്ചു. ആമിഹല്യ അഷ്ടതയുടെ നടുവിലൂടെ ശരിക്കും കടന്നു പോവാടിയെത്തിയിരുന്നു. സ്തോത്രം. അന്ന് ഞങ്ങൾക്ക് വണ്ടിക്കൂലി ഇല്ലാഞ്ഞത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയില്ല. പ്ലീസല്ലോ, അത് അത്രമാത്രം പ്രതികൂലത്തിലൂടെ കടന്നുപോയി. അങ്ങനെ സ്തോത്രം, പിന്നീട് ഒരു സ്ഥലത്ത് ഞങ്ങൾ കടന്നു വന്നു. കർത്താവിന്റെ വേല, സ്തോത്രം, വേലയ്ക്ക് വേണ്ടി ആരും നിൽക്കാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ, സുവിശേഷ വേലയ്ക്ക് അവിടെ ഒരു പ്രവർത്തനമുണ്ട്, 5-6 കുടുംബമുണ്ട്. പക്ഷെ അവിടെ ഒരു പാസ്റ്റർമാർ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ലാത്തൊരു സ്ഥലം. ആ സ്ഥലത്ത് ഞങ്ങൾ കടന്നു വന്നപ്പോൾ ക്രമമായിട്ട് ആരാധന നടക്കുന്നില്ല. 4-5 കുടുംബമുണ്ട്. അവരെല്ലാം ഒരു ഞായറാഴ്ച കൂട്ടി വരുത്തി എല്ലാവരും പരിചയപ്പെട്ടു. സ്തോത്രം. അങ്ങനെ അവിടെ നല്ല പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുവാനായിരുന്നു. ചെറിയൊരു തുകയാണ് ഞങ്ങൾക്ക് സപ്പോർട്ടായി തന്നത്. കൈക്കുഞ്ഞുമായിട്ടാണ് ഞാൻ ബീഹാറിലേക്ക് കടന്നു വരുന്നത്. ബീഹാറിൽ കടന്നു വന്നു. ആദ്യ കാലങ്ങളിലെ അനുഭവം എന്ന് പറയുന്നത് വളരെ കഷ്ടതയുടെയും പട്ടിണിയുടെയും പ്രയാസത്തിന്റെയും, ആരോടും പറയാറില്ല, ഇതൊക്കെയും ഉണ്ടെങ്കിലും ആരോടും പറയാറില്ല. പക്ഷെ സ്തോത്രം, അങ്ങനെ പ്രയാസപ്പെട്ട് കടന്നുപോയ സമയം. സ്തോത്രം, ഞങ്ങൾ താമസിക്കുന്നത് ഈ 9 വർഷമായിട്ടും താമസിക്കുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങിലാണ്. ഹോസ്പിറ്റലിന്റെ മുകളിലത്തെ നിലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെയുള്ള ഡോക്ടർമാർക്ക് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഇവിടെയുള്ള കല്യാണം എന്ന് പറയുന്നത് രാത്രികാലങ്ങളിലാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ കല്യാണമെല്ലാം രാത്രിയിലാണ്. അങ്ങനെ രാത്രികാലങ്ങളിൽ കല്യാണ വീട്ടിൽ ഇവരുടെ കൂടെ ഞാൻ കടന്നുപോയി അവിടുന്ന് ഭക്ഷണം കഴിക്കും. എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഉള്ളത് അല്പം പൊതിയൊക്കെ കെട്ടി വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയൊരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളരെ പ്രയാസപ്പെട്ടു. സാമ്പത്തികമായും ഹല്യ മറ്റ് ഭൗതികമായ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഒത്തിരി കൂട്ടുകാരും ഒത്തിരി പാസ്റ്റർമാരും ഒത്തിരി കോണ്ടാക്റ്റും ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒന്നുമല്ലാത്തൊരു സ്ഥലത്തേക്ക് കടന്നു വന്ന് സ്തോത്രം, മലയാളികൾ തന്നെ കാണുന്നത് മാസത്തിൽ 1 പ്രാവശ്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ വളരെ ഭാരപ്പെട്ടു. കർത്താവേ, സ്തോത്രം, മരുഭൂമിയാണല്ലോ, ആരോടും ഒന്നും മലയാളത്തിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ വളരെ ഭാരപ്പെട്ടു. വളരെ ബുദ്ധിമുട്ടിൽ കാണുമെങ്കിലും ദൈവത്തിനെ ഇന്ന് പ്രാർത്ഥിപ്പാടിയേറ്റിരുന്നു. സ്തോത്രം. ഇന്ന് ഞങ്ങള് സ്തോത്രം 32 കുടുംബത്തോളം പേര് ഒരുമിച്ച് ഇന്ന് കർത്താവിനെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്നു. സ്തോത്രം. എന്നാൽ ഇതിനിടയിലൊക്കെ വളരെ വിഷയങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കർത്താവ് ഞങ്ങളെ നിലനിർത്തി. ഹല്ലേലൂയ പറയട്ടെ. മാതാപിതാക്കളൊക്കെ
പലപ്പോഴും തിരിച്ചു വിളിച്ചു, തിരിച്ചു വാ, നിങ്ങൾ അവിടെ എന്തിനാ ഇത്രയും ദൂരെ പോയി കിടക്കുന്നത്, സ്തോത്രം. പക്ഷേ കർത്താവ് അയച്ചത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു കർത്താവിന്റെ വേലയാണ്, അമ്മ ഇത്ര ദൂരെ വന്ന് കിടന്നാലും കർത്താവ് ഞങ്ങളെ നടത്തും. പക്ഷെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും അവരോടൊന്നും പറഞ്ഞില്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബിസ്ക്കറ്റ് പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഇല്ലാത്ത സാഹചര്യങ്ങൾ കടന്നു വന്നു. വന്നപ്പോഴും സ്തോത്രം വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ചോദിക്കും എന്താ കഴിച്ച്, അപ്പൊ കഴിച്ചതെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഒരു പക്ഷെങ്കിൽ ഒന്നും കഴിക്കാൻ ഇല്ലാത്തപ്പോൾ തന്നെ പലപ്പോഴും പറയും മോനെ ചിക്കൻ കഴിച്ചെന്ന് പറ. അങ്ങനെ പലതും അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് കൊച്ചിനെ കൊണ്ട് മിഹാൽ ഒരു പാപം ചെയ്യിക്കുന്നതാണ് പറയാം. കാരണം മിഹാലിയ സ്തോത്രം നുണ പറയുന്നത് അല്ലെങ്കിൽ കള്ളത്തിന് ദോഷ്ക്ക് പറയുന്നത് പാവമാണല്ലോ സ്തോത്രം. അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ ഞങ്ങൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായി സ്തോത്രം. എങ്കിലും ദൈവം നേരത്തെ പിതാവിന് വളരെ രോഗം ഒരു സമയത്ത് മൂർച്ഛിച്ചു, വളരെ പ്രയാസപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സഹോദരിയും സ്തോത്രം ഞങ്ങൾ 2 മക്കളാണ്, അമ്മയും അച്ഛനും ഞാനും എൻ്റെ സഹോദരി വിവാഹം സ്തോത്രം എൻ്റെ 99-2000 കാലഘട്ടത്തിൽ നടന്നു സ്തോത്രം. ശേഷം ഞങ്ങൾ ലോകത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ പിതാവിന്റെ രോഗം പിന്നീട് കൂടുതലായി കഴിഞ്ഞപ്പോൾ സ്തോത്രം എൻ്റെ സഹോദരി അതുപോലെ എൻ്റെ മാതാവും എല്ലാം കൂടെ പറഞ്ഞു നിങ്ങൾ തിരിച്ചു വരണം, അച്ഛനമ്മയും നോക്കണം. അമ്മയെ സ്തോത്രം പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരുന്നു. കാരണം അമ്മ സ്തോത്രം സഭ ഒന്നുമല്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ വന്ന് സഭ സ്ഥാപിച്ച് അല്ലെങ്കിൽ കുറച്ചുപേരെ നേടി അവരുമായിട്ട് ഒരുമിച്ച് പോകുന്ന 10-25 കുടുംബത്തോളം കടന്നു വന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അവരെ ഇട്ടിട്ട് പോയാൽ ഇവരൊക്കെയും അനാഥരായി മാറുന്ന സ്തോത്രം ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തിരിച്ചുപോക്ക് നടക്കുകയല്ല എന്ന് ഞങ്ങൾ പറയുവാനായിട്ടിരുന്നു. അങ്ങനെ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞ പിന്നെ അദ്ദേഹം പ്രിയപ്പെട്ടവരുടെ സ്വഭാവത്തിൽ അല്പം മാറ്റമൊക്കെ വന്നെങ്കിലും അദ്ദേഹം ഇങ്ങനെ എന്നോട് പറയുവാനായിട്ടിരുന്നു, നീ വന്ന് എൻ്റെ മൂത്തതാണ് എൻ്റെ സഹോദരി, നീ വന്ന് എൻ്റെ നമ്മുടെ അച്ഛനെ നോക്കുന്നില്ലെങ്കിൽ സ്തോത്രം എനിക്ക് എന്തെങ്കിലും നോക്കുന്നതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടേ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ സ്ഥലം എഴുതിയെടുക്കും, അച്ഛൻ്റെ പേരിലുള്ള സ്ഥലം ഞാൻ എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കും എന്ന് പറഞ്ഞു. ഞാൻ എഴുതിയെടുക്കോ എന്ത് വേണം ചെയ്തു, പക്ഷെ അമ്മ നോക്കണം, കാരണം അത്രമാത്രം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇട്ടിട്ട് പോരാൻ കഴിയില്ല എന്ന് ഞങ്ങൾ പറയുവാനായിട്ടുണ്ട്. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ആ സ്ഥലം എഴുതിയെടുത്ത് അവരുടെ പേരിലേക്ക് സ്ഥലം മാറുവാനായിത്തീർന്നു. സ്തോത്രം 2018 എൻ്റെ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ശേഷം ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോൾ വസ്തുവൊക്കെ എഴുതിയെടുത്തെന്നും അതുപോലെ ഞങ്ങൾക്കായിട്ട് ഒന്നും തന്നെ മാറ്റി വെച്ചിട്ടില്ലെന്നും ഒക്കെ ഞങ്ങൾ കരുതു. ഞാൻ പറഞ്ഞു കർത്താവേ, നിനക്ക് വേണ്ടി അകത്തിരിച്ചുകൊണ്ടാണ് ഈ ഇത് നഷ്ടമായത്. എനിക്ക് വളരെ ഭാരം തോന്നിയെങ്കിലും അന്ന് ആ ദിവസങ്ങളിൽ വളരെ ഭാരം തോന്നിയെങ്കിലും സ്തോത്രം പിന്നീട് എനിക്ക് വലിയ ആ ഭാരം ദൈവം എടുത്തു മാറ്റിയെന്ന് വേണം പറയാൻ. സ്തോത്രം എനിക്ക് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയതെല്ലാം തിരിച്ച് ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുത്ത് സ്തോത്രം എൻ്റെ ദേശത്ത് നിന്ന് ഒന്നും എടുക്കാതെ ആണ് ഞാൻ ബീഹാറിലേക്ക് വന്നത്. ആദ്യമായിട്ട് ബീഹാറിലേക്ക് വരുമ്പോൾ ഞാൻ 2 ബാഗ് മാത്രം, കുറച്ച് തുണി സാധനങ്ങൾ മാത്രമായിട്ടാണ് വരുന്നത്. ഇന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു സ്തോത്രം. അങ്ങനെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, വസ്തു എല്ലാം ഞങ്ങൾക്ക് നഷ്ടമായി സ്തോത്രം. പിന്നീട് അന്ന് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, അങ്ങനെയെങ്കിൽ അമ്മയെ നോക്കിക്കണം, അമ്മയെ നന്നായിട്ട് നോക്കാം, കാരണം ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് നോക്കാൻ ഉള്ള സാഹചര്യം ഇല്ല, അതുകൊണ്ട് അമ്മയെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് ഞങ്ങള് സ്തോത്രം കേരളം വിടുവാനിടയിട്ടുന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ദേശത്തുള്ള ചിലരൊക്കെ ഞങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞു, അമ്മ വളരെ വിഷമിക്കുന്നു, അമ്മ വളരെ ഒറ്റയ്ക്ക് മാറിയത് കരയുന്നു, അമ്മ വീട്ടിൽ എന്നും വെള്ളമായി കേൾക്കുന്നു എന്നൊക്കെ ഞങ്ങൾ പറയുവാനായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയെ വിളിക്കും, അമ്മ ഞങ്ങളോട് ഒരു കാര്യം പറയുകയില്ല. അങ്ങനെ ഒരു ദിവസം ഒരു പിറ്റേ വർഷം ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ അമ്മ വളരെ വിഷമിച്ചിരിക്കുന്ന കണ്ട് പെട്ടെന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞു, അമ്മയെ നിങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ ഞങ്ങൾ അമ്മയെ കൊണ്ടുവരുവാനായിത്തീർന്നു. അമ്മയെ ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഹല്ലിൽ അമ്മയുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ഹല്ലിൽ ചൂട് കാലാവസ്ഥ വരുമ്പോൾ അമ്മയ്ക്ക് ചൂട് കാലാവസ്ഥ അതുപോലെ തണുത്ത കാലാവസ്ഥ രണ്ടും പറ്റാത്ത അന്തരീക്ഷമാണ്. അങ്ങനെ വളരെ ഭാരപ്പെട്ടു എങ്കിലും അമ്മ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുവാനായിത്തീർന്നു. ചില കാലങ്ങൾ അമ്മ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു സ്തോത്രം. തുടർന്ന് അമ്മ
എന്നോട് പറഞ്ഞ ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് നാട്ടിൽ പോയി അച്ഛൻ ജീവിച്ച മണ്ണിൽ കുറച്ച് നാൾ ജീവിക്കണം. അങ്ങനെ ഞങ്ങൾ പിന്നെയും കേരളത്തിൽ അമ്മയെ കൊണ്ട് ഗുരുവായൂരായിട്ട് തന്നു വിട്ടു. സ്തോത്രം. വിട്ട് ഞങ്ങൾ കടന്നു പോന്നു. കടന്നു വന്ന് ഈ പെങ്ങളെ നോക്കിക്കോളാമെന്ന് എന്നോട് വാക്ക് പറഞ്ഞെങ്കിലും 8 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും സഹോദരിയുമായിട്ട് ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അമ്മ തറവാട്ട് വീട്ടിൽ, അത് എൻ്റെ പെങ്ങള് തറവാട്ടിൽ നിന്ന് മാറി വേറൊരു ടൗണിലേക്ക് മാറി വാടകയ്ക്ക് താമസിക്കുകയാണ്. അങ്ങനെ എൻ്റെ അമ്മ തറവാട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങി. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അമ്മ പെങ്ങളുടെ അടുത്തേക്ക് വരും. അവിടുന്ന് സഭയിൽ കടന്നുപോയി വെള്ളിയാഴ്ച പ്രാർത്ഥന കൂടി ശനിയാഴ്ചയും കഴിഞ്ഞ് ആരാധനകൾ കഴിഞ്ഞ് വീണ്ടും തറവാട്ട് വീട്ടിലേക്ക് പോകും. അങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെ ദിവസങ്ങളിൽ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നില്ല. അപ്പോൾ ആ ആഴ്ച എൻ്റെ സഹോദരിയുമായിട്ട് എന്തോ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ ഒരാഴ്ച വന്നില്ല. ഇപ്പൊ പിറ്റേ ദിവസം പിന്നെ അത് എൻ്റെ അമ്മയുടെ ഫോണ് കംപ്ലൈന്റ് ആയിരുന്നു. അങ്ങനെ കംപ്ലൈന്റ് ആയ ഫോൺ നന്നാക്കി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഫോൺ നന്നാക്കിക്കൊണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ഒരാഴ്ച ആരാധനയ്ക്ക് വന്നില്ല. പക്ഷെ പിറ്റേ വെള്ളിയാഴ്ച ദിവസം എൻ്റെ സഹോദരങ്ങളുടെ മോള് വീട്ടിൽ ചെല്ലുമ്പോൾ വീട് അടഞ്ഞു കിടക്കുന്നു. അങ്ങനെ നാട്ടുകാരെയൊക്കെ വിളിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കട്ടിലിൽ എൻ്റെ അമ്മ മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ കാണുവാൻ എത്തണം. അതായത് വളരെ വേദനയോട് ഞങ്ങൾക്ക് ആ വാർത്ത കേൾക്കുവാൻ എത്തുന്നത്. മരിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞ് വളരെ ജീർണിച്ച് പുഴുവരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ മാതാവിനെ കാണുവാൻ എത്തുന്നു. ഞങ്ങൾ നാട്ടിൽ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മാതാവിന്റെ ഭൗതിക ശരീരം ഒന്നും പിന്നെ ഞാൻ കണ്ടില്ല. കാരണം ഒന്നും കാണാനില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയുടെ ശരീരം പോലീസ് അടക്കമുള്ള വ്യക്തികൾ വന്ന് എടുത്തുകൊണ്ട് പോയി. പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നുമില്ലായിരുന്നു. അവസാനം അടക്കുവാൻ പെട്ടി അടച്ചു വെച്ചാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നടത്തി ക്രിയകളൊക്കെ നടത്തി അടക്കുവാൻ ഇടയെത്തിരുന്നത്. അങ്ങനെ സ്തോത്രം അമ്മയും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇന്ന് കേരളത്തിൽ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുവാൻ എൻ്റെ ഭാര്യ വീട്ടുകാരല്ലാതെ ഒന്നുമില്ലെങ്കിലും ഞാനൊന്നും ആഗ്രഹിക്കുന്നു, എൻ്റെ ഭവനം ഈ ഭൂമിയിൽ കാണുന്നതല്ല, നിത്യതയിലാണ്. പ്രൈസലോ, നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ അമിഹല്ലെ ചിലരെ ഒരുക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ ഈ ഭൂമിയിലെ നഷ്ടങ്ങൾ ഒന്നും നഷ്ടങ്ങളല്ല, അത് ലാഭമാണ്. പൗലോസ് പറയുന്ന കാര്യമുണ്ട്. സ്തോത്രം. എനിക്ക് പ്രശംസിപ്പാൻ അനവധിയുണ്ട്, അല്ലെ? പൗലോസ് അങ്ങനെ പറയുന്നത്, എനിക്ക് പ്രശംസിപ്പാൻ അനവധിയുണ്ടെങ്കിലും അതൊന്നും എനിക്ക് പ്രശംസയാണെന്ന് പൗലോസ് പറയുന്നെങ്കിൽ പ്രൈസലോ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, പൗലോസ് തന്റെ പ്രശംസിക്കാനുള്ള കാര്യങ്ങളൊക്കെ അക്കമിട്ട് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പൗലോസിനെ പറ്റി കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും വലിയ ധനവാനായിരുന്ന ഒരു വ്യക്തിയാണ്. കപ്പലുകൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. കപ്പലുകൾ ഉണ്ടായിരുന്ന വ്യക്തിക്ക് നല്ല ഭവനം കാണും, നല്ല വീട് കാണും. അതുപോലെ സ്തോത്രം കപ്പലുകൾ ഉണ്ടായിരുന്ന വ്യക്തിക്ക് അതുപോലെ അല്ല ധനാഠ്യനായിരുന്ന വ്യക്തിയായിരിക്കാം. സ്തോത്രം. എന്നാൽ പൗലോസ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഓടി അധ്വാനിച്ചു. അവസാനം താന് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ തന്റെ മരണസമയമായപ്പോൾ അദ്ദേഹം ഒരു കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. പാനീയാഗമായി ഞാൻ അർപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് എഴുതിയ ശേഷം പറയുകയാണ്, തന്റെ ശിഷ്യനോട് പറയുകയാണ് ഒരു വാക്കുണ്ട്, നീ എനിക്ക് ആ പുതപ്പും ആ ചർമ്മലിയും ആ പുതപ്പും എഴുതുന്ന ആ പേപ്പറും ആ ബുക്കും ഒന്ന് കൊണ്ട് തരണം. കാരണം സ്തോത്രം, അത് മാത്രമേ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവനായി, എല്ലാം ഉള്ളവനായ പൗലോസ് സകലതും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിട്ട ശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത ശേഷം ഒന്നുമല്ലാത്തവനായി സ്തോത്രം ഓടിക്കൊണ്ടിരിക്കുന്ന വാളിന്റെ വായ്ത്തലയ്ക്ക് തന്റെ കഴുത്ത് വെച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരും പറയട്ടെ, സ്തോത്രം, ഈ ഭൂമിയിൽ കാണുന്ന നന്മകളോ ഈ ഭൂമിയിൽ കാണുന്ന ശ്രേഷ്ഠമായ പദവിയോ ഇതൊന്നുമല്ല സ്തോത്രം നമ്മുടെ ഉയർച്ച എന്ന് പറയും, നമ്മുടെ നന്മ എന്ന് പറയുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. പിന്നെയോ സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ നിത്യതയില് നമ്മുടെ പേര് വിളിക്കുമ്പോൾ
നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം അവകാശം വേദിക്കുമ്പോൾ സ്തോത്രം ആമി ഹല്ലേലൂയ നമ്മുടെ പേരവിടെ കാണുമോ എന്നുള്ളത് സ്തോത്രം എന്റെ പ്രത്യാശ ഇന്ന് അതാണ്. ആമി ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും ആമി കർത്താവിനെ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങള് കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. 9 വർഷക്കാലമായിട്ട് ബീഹാറിന് മണ്ണിൽ ഒരു ദേശത്ത് ഹല്ലേലൂയ ബക്സർ എന്ന ഡിസ്ട്രിക്റ്റില് കൃഷ്ണപുരം എന്ന ദേശത്ത് ഹല്ലേലൂയ കർത്താവിന് വേല ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഏകദേശം 32 കുടുംബത്തോളം ഈ പേര് ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയുണ്ട്. എന്നാൽ വലിയൊരു പ്രാർത്ഥന വിഷയം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. സ്തോത്രം ആ ദേശത്ത് സ്വന്തമായിട്ട് ചർച്ച ദേവര്യമായിട്ടില്ല. സ്തോത്രം ഒരു അംഗൻവാടി കെട്ടിടത്തിൽ ഞങ്ങൾ ആരാധിച്ചു പോരുകയായിരുന്നു. അംഗൻവാടി ടീച്ചറിന്റെ വീട്ടിനകത്താണ് ആരാധിച്ചു പോരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ആ പ്രിയ ആന്റിയുടെ മകന്റെ വിവാഹം നടക്കുകയാണ്, ഈ ദിവസങ്ങളിൽ നടക്കുകയാണ്. അപ്പോ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ആരാധന നടത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. എന്നിരുന്നാലും ഹല്ല ആ ദേശത്ത് ഞങ്ങൾക്ക് അല്പം സ്ഥലം ദൈവം തരണം. ആലയം പണിയണം. സ്തോത്രം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ തുടങ്ങി വെച്ച ചില ഹല്യ ശുശ്രൂഷകളുണ്ട്. ഹല്യ കുറച്ച് പേര് തയ്യൽ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വചനവും അതോടൊപ്പം തന്നെ സെക്കുലറായ വിദ്യാഭ്യാസം കൊടുക്കുന്നു. സ്തോത്രം. അത് തുടർന്നു പോകാൻ ഞങ്ങൾക്ക് സ്ഥലമില്ലാതെ ഇപ്പോൾ പ്രതിസന്ധി നിൽക്കുകയാണ്. സ്തോത്രം. അത് ഞങ്ങൾക്ക് ലഭിക്കണം. സ്തോത്രം. ഈ ദേശത്ത് കർത്താവിന് വേണ്ടി എത്രത്തോളം ഓടാമോ അത്രത്തോളം ഓടി കർത്താവ് എത്രത്തോളം നിർത്തുന്നോ അത്രത്തോളം നിർത്തുവാൻ വേണ്ടി നിങ്ങളെവരും പ്രാർത്ഥന ചോദിക്കുകയാണ്. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമാണുള്ളത്. ഹല്ലെ മൂത്തയാള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്തോത്രം. എന്റെ ഭാര്യയുടെ പേര് ലിസി. സ്തോത്രം. ഞങ്ങള് കർത്താവിന് വേല സന്തോഷമായി കർത്താവിന് വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കോട്ടയം തിയോളജി സെമിനാരിയുടെ അണ്ടറിൽ കർത്താവിന് വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർന്നും കർത്താവ് എത്രത്തോളം ഞങ്ങളെ ഹല്ലെ ഉപയോഗിക്കുന്നു അത്രത്തോളം ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ സ്വയം പ്രശംസയ്ക്കോ അല്ലെങ്കിൽ സ്വന്തം പേരെടുക്കുവാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും ഹല്ലേലൂയ മുതലാതെ കർത്താവിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവിന് വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ എല്ലാവരും പ്രാർത്ഥന ചോദിച്ച് ഞാൻ വേഗത്തിൽ ദിവസിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് തന്ന അരമ ടിവിയുടെ പ്രവർത്തകരോടും എന്നെ ഇതിലേക്ക് ഹല്യ ക്ഷണിച്ച ഹല്യ പ്രജിത് ഭാഷയോടും മറ്റൊരു പ്രിയപ്പെട്ടവരുമല്ല നന്ദിയും വന്ദനവും അറിയിച്ച് ദൈവം സ്നേഹിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. ആമേൻ. താങ്ക് യു കർത്താൻ ദാസൻ സനീഷ് സിബി. ഇത്രത്തോളം സമയം ദൈവം നടത്തിയതായ കർത്താവ് വിളിച്ച് വേർതിരിച്ച ജീവിത അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിനുണ്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ബീഹാറിലെ കർത്താവിൻ്റെ വേലിയിലായിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കുടുംബമായി ദൈവം മാനിച്ചാദരിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യങ്ങളെ വഹിപ്പാൻ പിന്നെയും കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ഒക്കെ കർത്താവ് മറുപടിയും വിടുതലും തരട്ടെ. വലിയ ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ കണ്ട് മുന്നേറുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്ക് വേണ്ടി ദേവദാസന് ഒരു നിമിഷം ഈ സമയം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരീക്ഷത്തിന് നിത്യവാൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നല്ല ദൈവമേ, നല്ലതും വിലയേറിയതുമായ ഈ പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങള് വിളിച്ച നാൾ മുതൽ വിശ്വസ്തനായി ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഞങ്ങളെ കണ്ടു, ഞങ്ങളെ ഇതുവരെയും കർത്താവിൽ കൊണ്ടുവന്നു. സ്തോത്രം. അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പകൽക്കാലം അടിയന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവത്തെ ശ്രദ്ധിക്കുന്നു. കർത്താവിൽ പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാവാം, സ്തോത്രം, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം, നഷ്ടപ്പെടലുകൾ ഉണ്ടാകാം. കർത്താവി അതിന് മുന്നിൽ ഹല്ലേലൂയ അതിനെ വലുതായി കാണാതെ കർത്താവി സ്തോത്രം അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം ഈ ഭൂമിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ആക്കി വെച്ച ദൗത്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ ഓടി അധ്വാനിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും അടിയന്റെ ജീവിതം, അടിയനെ ദൈവം കൊണ്ടുവന്നത്
അവർക്കൊരു ബലമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. അരോമ TV-യുടെ എല്ലാ പ്രവർത്തകർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമി ഹല്ലേലൂയ. അധ്യക്ഷ വഹിക്കുന്ന ദൈവാസനായ സ്തോത്രം. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവെ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്നുള്ള ആ ഒരു ആമിഹാലിന്റെ ബലം, ആ ഒരു അറിവ് കർത്താവ് നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അങ്ങയുടെ മരങ്ങോളം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആമിഹാലിന്റെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ, കഥാഹല്യ, ഞങ്ങളുടെ ആമിഹല്യ വചനം എല്ലാം കഥാഹല്യ അനുഗ്രഹമായി തീരുന്നത് ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ വലപോലെ ഞങ്ങളെ നിർത്തും. പ്രാർത്ഥന കേട്ടിക്കണം യേശു സുന്ദരങ്ങളുടെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സനീഷ് CB. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ആമേനെ. തീർച്ചയായിട്ടും ആമേനെ. ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവിൻ്റെ ദാസനൂടെ വെളിപ്പെട്ട് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അരോമ TVയുടെ പ്രേക്ഷകരുടേതായ നന്ദിയും ഇത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കൂടിക്കാണുന്നവരെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം വീണ്ടും കൂടിക്കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.